സാജിദ് അജ്മൽ ചെയ്തു. സാജിദ് ഇപ്പോൾ എവിടെയാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്? നിലവിൽ 12ാം റൗണ്ടാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. 155 ബൂത്ത് മുതൽ 168 ബൂത്ത് വരെ. ഇതിൽ ചുങ്കത്തറ പഞ്ചായത്തിലെ പള്ളിക്കുത്ത്, ചുങ്കത്തറ ടൗൺ തുടങ്ങിയ മേഖലകളാണ്. അവിടുന്ന് നേരെ നിലമ്പൂർ നഗരസഭയിലേക്ക് കയറുകയാണ്. നിലമ്പൂർ നഗരസഭയിൽ നിലമ്പൂർ നഗര പ്രദേശം ചന്തക്കുന്നിലെ 4 വാർഡുകൾ അടക്കമാണ് എണ്ണുന്നത്. ഒരുപക്ഷെ ബലാബലം ഉള്ള മണ്ഡലങ്ങൾ ഈ ഒരു പ്രദേശങ്ങളാണ്. അതിൽ പി വി അൻവർ അല്പം വോട്ട് പിടിക്കും. എന്നാൽ LDF-നും UDF-നും ഒരുപോലെ ഈ ആളുകളുള്ള പ്രദേശം കൂടിയാണ്. ഇനി ആര്യാടൻ ചൗക്കത്ത് ഏതാണ്ട് വിജയം ഉറപ്പിച്ചു എന്ന് നമുക്ക് പറയാം. കാരണം ഇനി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പ്രകാരം അത്രമേൽ വോട്ട് UDF-ന് ഒട്ടും ലഭിക്കാതെ അതെല്ലാം LDF വാങ്ങിയാൽ മാത്രമേ ഈ ഭൂരിപക്ഷത്തെ മറികടക്കാൻ കഴിയുകയുള്ളൂ. ഇനി എണ്ണാനുള്ളത് LDF-ന്റെ കുറച്ച് ശക്തി കേന്ദ്രങ്ങളാണ്. അത് നിലമ്പൂർ നഗരസഭയിലെ പ്രദേശങ്ങൾ. ഈ 14ാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ പൂർണ്ണമായും ഈ നിലമ്പൂർ നഗരപ്രദേശങ്ങളാണ്. ചെട്ടിയങ്ങാടി, ചന്തക്കുന്നിന്റെ മറ്റ് ബൂത്തുകൾ അടക്കം. പിന്നീട് 14ാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ മുക്കട്ട, വീട്ടിക്കുണ്ട് അടക്കമുള്ള നിലമ്പൂർ നഗരസഭാ പ്രദേശങ്ങളാണ് ഉള്ളത്. അതായത് ഇനിയുള്ള ബൂത്തുകളിൽ വലിയൊരു ശതമാനവും LDF-നൊപ്പം നിൽക്കുന്ന ബൂത്തുകളാണ്. എങ്കിൽ കൂടി വലിയ ഒരു ആര്യാടൻ ചൗക്കത്ത് ഒട്ടും തന്നെ വോട്ട് പിടിക്കാതിരുന്നാൽ മാത്രമേ ഈ ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ നമ്മൾ ഈ പോത്തുകല്ലിൽ അടക്കം കണ്ടത് ചുങ്കത്തറയിൽ സമാഹരിക്കാൻ ഇപ്പോൾ കഴിയുമെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ഈ 8886 വോട്ട് എന്ന ലീഡിനെ എന്തുമാത്രം കുറയ്ക്കാൻ LDF-ന് ഇനി കഴിയുമെന്ന ചോദ്യം അവിടെയുണ്ട്. ഇത് കാണേണ്ട ഒരു കാര്യം, അതായത് മൊത്തത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ ഒരു പോരാട്ടത്തിന്റെ പരമാവധി ശ്രമിച്ചുവെങ്കിലും സർക്കാർ വിരുദ്ധ വികാരം എന്ന സംഗതിയെ പരമാവധിയിൽ കൊണ്ടുവരാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ സൂചനയിലേക്ക് വിരൽ ചൂണ്ടുന്നു. മൊത്തം പി വി അൻവറിന് കിട്ടിയ വോട്ടുകൾ, അദ്ദേഹം എവിടെ നിന്ന് ചുരണ്ടിയെടുത്തു ഈ വോട്ടുകൾ, ഇവയെല്ലാം കൂടി ചേർത്താലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച സർക്കാരിനെതിരായ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ UDF-ന് അവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. സ്വരാജിനെ കൊണ്ടുവരികയും വലിയ തോതിലുള്ള ഒരു പ്രചാരവേല കൊണ്ടുവരികയും ചെയ്തുവെങ്കിലും സർക്കാർ വിരുദ്ധ വികാരത്തെ തടഞ്ഞു നിർത്താൻ കഴിയാത്ത വിധം കാര്യങ്ങളെ വികസിപ്പിക്കാൻ UDF-ന് അവിടെ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസനം ഡെവലപ്മെന്റ് എന്ന് പറയാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നഗരസഭയിലെയോ അവരുടെ കേവലമായ പിന്തുണ കൊണ്ടോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കൊണ്ടോ മറികടക്കാൻ കഴിയുന്ന ഒന്നല്ല മൊത്തത്തിലുള്ള വോട്ടിംഗ് പാറ്റേണിന്റെ ഗതി എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അടുത്ത വരുന്ന പഞ്ചായത്തിലോ അല്ലെങ്കിൽ അടുത്ത വരുന്ന ഏതെങ്കിലും ബൂത്തുകളിലോ UDF-ന് LDF-ന് മേൽക്കൈയുള്ളതാണ്, അവിടെ മറികടന്ന് കളയുമെന്ന വിചാരത്തിന്റെ അസ്ഥിവാരം തോണ്ടിക്കഴിഞ്ഞിരിക്കുന്നു. പൊതുവായി സർക്കാരിനെതിരായ വോട്ടെടുപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നതിൽ UDF അവിടെ വിജയിച്ചിരിക്കുന്നു. പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ UDF പ്രവർത്തകർ ഇപ്പോൾ മധുര പലഹാര വിതരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരത്തിനെതിരായിട്ടുള്ള വോട്ടുകൾ, ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടും, പിളർന്നു പോകും. അൻവർ ആ വോട്ടുകൾ പിളർത്തും എന്ന് കരുതിയിരുന്നിടത്ത് നിന്ന് തീർത്തും സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായി നിലമ്പൂരിലെ വോട്ടെണ്ണൽ ദിനത്തിലെ ഇപ്പോൾ പുറത്തു വരുന്ന ഫലസൂചനകൾ വ്യക്തമാക്കുകയാണ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നേടിയിട്ടുള്ള 8086 വോട്ടിന്റെ ലീഡ്, ആ ലീഡ് അൻവർ എന്നൊരു ഫാക്ടർ ഉണ്ടായിട്ടും ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് പിളർത്താൻ BJP, അതുപോലെ അൻവർ, അതുപോലെ UDF സ്ഥാനാർത്ഥി, ഇങ്ങനെ 3 പേർ മത്സരിച്ചിട്ട് പോലും കൃത്യമായ മേൽക്കൈയോടുകൂടി ആ വോട്ട് സമാഹരിക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന് LDF സ്ഥാനാർത്ഥി ഉൾപ്പെടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നിലമ്പൂരിലെ സൂചന സർക്കാർ ആ മെസ്സേജ് എങ്ങനെയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ എങ്ങനെ സ്വാധീനിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നതും ചർച്ചാ വിഷയമാകും. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഫലസൂചന പ്രകാരം UDF വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്. സർക്കാരിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ആത്മവിശ്വാസം ഇതൊക്കെയായിരുന്നു അജിംസ്. അതായത് സർക്കാരിനെതിരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ട്, അതിൽ തന്നെ മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്, RSS-യുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്, ADGP-യുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. ഇവയെല്ലാം സ്വരാജിന്റെ മേന്മ കൊണ്ട് മറികടക്കാൻ കഴിയുമെന്ന് 12ാം റൗണ്ടിലെ ലീഡ് നില 756 വോട്ടാണ്. 12ാം റൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നിലമ്പൂർ നഗരസഭ ഇല്ല, ചുങ്കത്തറയാണ്. ഈ 13ാം റൗണ്ടിലാണ് നിലമ്പൂർ നഗരസഭ എണ്ണി തുടങ്ങുന്നത്. 13ാം റൗണ്ട് എണ്ണി തുടങ്ങിയിട്ടുണ്ട്, അത് പൂർണ്ണമായും നിലമ്പൂർ നഗരസഭയാണ്. 12ാം റൗണ്ടിൽ ചുങ്കത്തറ പഞ്ചായത്തിലെ 6 വാർഡുകളും നിലമ്പൂർ നഗരസഭയിലെ 6 വാർഡുകളുമാണ് ഉള്ളത്. ഇനി പൂർണ്ണമായും 13ാം റൗണ്ട് നിലമ്പൂർ നഗരസഭയാണ് എണ്ണാൻ പോകുന്നത്.